പപ്പ മീൻസ് സൈച്ചാൻ്റെ ടീഷർട്ട്. ഇത് കുഞ്ഞു മാത്രം അവൻ്റെ ഇട്ടിട്ടുണ്ട്. ബാക്കി രണ്ടെണ്ണം ഇവിടെ വന്ന സച്ചിൻ്റെയാണ്. അവർ യങ് ജനറേഷൻസൊക്കെ ആ കാറിൽ. ഞങ്ങളുടെ ഇനി പ്രധാനപ്പെട്ട ആൾ ദേ വരാനുണ്ട്, നിൽക്കുന്നു. ഞങ്ങളുടെ ഫേബാച്ചി വീട് പൂട്ടി. 40-45 വർഷമായിട്ട് ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 2 പ്രാവശ്യം കണ്ടാണ് ഞാൻ ട്രിവാൻഡ്രം സൂവിൽ പോയിട്ടുള്ളത്. അങ്ങനെ 1-2 പ്രാവശ്യമാണ് എൻ്റെ അറിവിൽ. അപ്പോൾ ഇന്ന് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് സച്ച് പറഞ്ഞു ട്രിവാൻഡ്രം സൂ കാണാൻ പോകാമെന്ന്. എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് അത്രയും ദൂരം നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഞ്ഞുങ്ങളെല്ലാം അവരുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ മക്കളെല്ലാം കൂടെ ഒരു കാറിൽ, ഞാനും എൻ്റെ സഹിച്ചാനും കൂടെ വേറെ കാറിൽ. അങ്ങനെ ഞങ്ങൾ സൂ ലക്ഷ്യമാക്കി പോവാണ്. ഇപ്പോൾ മണ്ണാമൂല എന്നല്ലേ പോണേ. അപ്പോൾ അങ്ങനെ ശാസ്തമംഗലം കയറി അങ്ങനെ പോകണമെച്ചാൽ ശാസ്തമംഗലം, വെള്ളയമ്പലം 4. എനിക്കൊന്ന് 5 മണിക്ക് അവിടെ ക്ലോസ് ആവും തോന്നുന്നത്. ഞാൻ കൃത്യസമയം പറയാം കേട്ടോ, അവിടെ ക്ലോസിങ് ടൈം എനിക്കിപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞൂടാ. 5 മണിക്ക് ക്ലോസ് ആവാൻ തോന്നുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ചെല്ലണം. ഞങ്ങളുടെ വണ്ടിയിലാണെങ്കിൽ പെട്രോൾ കുറവാണ്, അപ്പോൾ അതടിക്കണം. അത് അയച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചെല്ലണം. എനിക്കൊന്നു 5:30-6 മണിയാകുമ്പം റേച്ചാൻ ലവ് ചേച്ചിക്കും വരാൻ പറ്റില്ല, അപ്പനും അമ്മയ്ക്കും വരാൻ പറ്റില്ല. അപ്പനെ അമ്മയൊക്കെ ഞങ്ങളൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് സൂ അവിടെ മ്യൂസിയത്തിൽ വിളിക്കാൻ വിചാരിക്കണം. എന്നിട്ട് അവർക്ക് ഇത്ര നടക്കാൻ പറ്റില്ലല്ലോ, മ്യൂസിയത്തിൽ വിളിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ വൈകിട്ടത്തെ കാപ്പ് കുടി അതായിരിക്കും നടക്കുന്നത്. അങ്ങനെയാണിപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ട് പോകാം. ഓക്കെ. സച്ചുവിൻ്റെ കാറ് ഫ്രണ്ടിൽ. ശരിക്കും പറഞ്ഞാൽ കവടിയാരത്തേക്ക് പോഷ് ഏരിയയാണ് കേട്ടോ ഇതൊക്കെ. നമ്മളിങ്ങനെ ചെന്ന് കവടിയാറിൽ ചെന്ന് ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഞാൻ ശരിക്കും ഇത്രയും നാൾ ഇവിടെ താമസിച്ചെന്ന് പറഞ്ഞാലും ഈ വഴി കൂടെ, അതായത് സച്ചുവിൻ്റെ ഇടയ്ക്കുള്ള വഴിയില്ലേ, അതുവഴി ഇപ്പോഴാണ് വരുന്നത്. സച്ചുവൊക്കെ മണ്ണാമല താമസിച്ച ശേഷമാണ് ഫ്രീക്വൻ്റ് ആയിട്ട് അതുവഴി വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പെട്രോൾ അടിക്കാൻ കയറുക കേട്ടോ. ഇതാണ് ഗവർണറുടെ രാജ്ഭവൻ. എന്താ ഇത്, ഞാൻ വഴി കാണിക്കാം. ഇവിടെ നിൽക്കുന്നില്ലാത്തതുകൊണ്ട് രാജ്ഭവൻ. ഇവിടുന്ന് നേരെ പോയാൽ വഴുതക്കാട്, അങ്ങനെ നമുക്ക് തമ്പാനൂരൊക്കെ ഇതുവഴി പോകാം. എനിക്ക് ട്രിവാൻഡ്രം ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം എപ്പോഴും ലൈവാണ്. എന്തെങ്കിലും ഒരു സാധനം വന്നുകൊണ്ടിരിക്കും. സച്ചുരിയുടെ കോൾ വന്നു, നോക്കട്ടെ എന്തോന്ന്. ദേ മസ്കറ്റ് ഹോട്ടൽ. ഇതിൻ്റെ ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് IELTS എഴുതിയത് ഇവിടെയാണ്. IELTS മ്യൂസിയത്തിലേക്ക് നമ്മൾ എത്തിയത്. മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കാർ പാർക്കിംഗ് കിട്ടിയില്ല. അപ്പം നഗരസഭ കാര്യാലയം ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു കാർ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. 30 രൂപയാണെന്ന് തോന്നുന്നു അവിടെ പാർക്കിംഗ് കേട്ടോ. നല്ല സൗകര്യമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാർക്കിംഗ് കാണുന്നത് തന്നെ. അവിടെ എല്ലാം കൂടെ പോകുന്നുണ്ടോ. ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ, പക്ഷേ കാർ പാർക്കിംഗ് ഫില്ലായി. അതുകൊണ്ടാണ് നമ്മൾ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കാർ പാർക്ക് ചെയ്യേണ്ടി വന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ അപ്പയും സച്ചിയും സച്ചിയും ഫേബാച്ചിയുടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് എൻട്രൻസ് ഇവിടെയാണ്, ഈ സൈഡിൽ. ഇവിടുന്ന് കയറുന്നത്. ഇവിടുന്ന് കയറി അടുത്ത ടിക്കറ്റ് കൗണ്ടർ. പക്ഷെ പണ്ടൊക്കെ അല്ലേ അവിടെയായിരുന്നു ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്, എൻ്റെ കുഞ്ഞു പ്രായത്തിലൊക്കെ. ശരിക്കും ഇവര് നമ്മുടെ ബാറ്ററി കാറുണ്ട് കേട്ടോ, അത് അവൈലബിൾ ആണ്. ഇപ്പോൾ പ്രായമുള്ളവർക്ക് വരാൻ പറ്റും. പക്ഷേ എനിക്കത് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അപ്പച്ചനും അമ്മച്ചും ഞങ്ങൾ നേരത്തെ കൊണ്ടുവന്നേനെ. നിന്റെ ഫ്രണ്ട്സ് ജീവിത കാലയളവ് 20 തൊട്ട് 30 വർഷം വരെയാണ്. മിശ്ര ബുക്കുകൾ, അങ്ങോട്ട് നീങ്ങി നിൽക്കേണ്ട മിശ്ര ബുക്കുകളാണ്. രണ്ടും കഴിക്കും. ഡാനെ മാറിക്ക് നിന്നെ കിട്ടിയാലും തിന്നും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലാവ് ഇതിന്റെ കാട്ടുപോത്താണല്ലേ. കാട്ടുപോത്തിനൊന്നും കാണാൻ വയ്യാത്തവന്മാർ വേണ്ട പോകുന്നുണ്ടോ വേണ്ട. ഇതെല്ലാം കാണണമെന്ന് പറഞ്ഞ് ഇറങ്ങിയവരാണ് ഇപ്പൊ പെട്ടെന്ന് പോയി ചായ കുടിക്കണമെന്ന്. കൊക്ക് കൊക്ക്. ബംഗാൾ കുരങ്ങ്, അതിന്റെ സംഭവം കാണിക്കാം. എവിടെ ഇരിക്കുന്ന ബംഗാൾ? അതാണ്. അത് അണ്ണാനാ, പോടാ. അണ്ണാനെ കണ്ടിട്ട് ബംഗാൾ കുരങ്ങെന്ന് തെറ്റിദ്ധരിച്ച് പോകുന്ന കൂട്ടങ്ങൾ. ബംഗാൾ കുരങ്ങ് നമ്മൾ കണ്ടില്ല. സംഭവം എന്തിടാ, ഇത് 20-30 വർഷമുണ്ട്. ഗർഭകാലം 5 തൊട്ട് 6 മാസം വരെ. ജീവിതകാലയളവ് 20 തൊട്ട് 30 വർഷം നീളം. എവിടെ സാധനം? എവിടെ
സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ബോർഡ് മാത്രമേ കാണുന്നുള്ളൂ. ബംഗാൾ കുറുങ്ക് ഞാനിവിടെ കാണുന്നില്ല. ഈ കൂട്ടത്തിൽ വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് കൈവൊക്കെ. എൻ്റെ ചളി കണ്ടിട്ട് എല്ലാവരും എന്നെ എടാ എന്നാലും അത് കാണിച്ചോടാ. നമ്മുടെ കുന്തിരിക്കം മരം, ഇതിൻ്റെ കറയാണോ അപ്പോൾ എടുക്കണേ? ഓക്കെ. മഹാഗണി, വൈറ്റ് റിയ, അതെന്താ വെള്ള റിയ, തെക്കേ അമേരിക്കയിലെ. പിന്നെ കാട്ടുകോഴിയുണ്ട്, പിന്നെ വൻ തത്തയുണ്ട് കേട്ടോ. റിയ എന്താ ഇതിൽ കാട്ടുകോഴിയുണ്ട്. കാട്ടുകോഴി അങ്ങ് നിൽപ്പുണ്ട് കേട്ടോ. എവിടെയാണ്? അങ്ങ് അറ്റത്തല്ലേ? വേറെ കുറേ കാട്ടുകോഴികൾ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഇത്. കണ്ണിലേക്കാ പോരെ. ശരിക്കും ഇത് സച്ചിനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. എന്തോ ഉണ്ട് അതിന്. പകല് കാഴ്ചയില്ലല്ലോ, രാത്രി കാണിച്ചു. പക്ഷെ അച്ഛനെ നോക്കി പോലെ എനിക്ക് തോന്നിയല്ലോ അത്. ആമസോൺ തത്ത. അതെ, ഇവിടെ വന്നിരുന്നായിരുന്നെങ്കിൽ. പക്ഷെ അതിന് വേറെ ഉണ്ടല്ലോ, മേടിക്കണ വേറെല്ലോ. അയ്യോ, പക്ഷെ എനിക്കിപ്പം ഇഷ്ടപ്പെട്ടെന്ന് അറിയാം. ഞാൻ കുഞ്ഞിൽ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളും വൃത്തിയാക്കിയിട്ടുണ്ട് ഫുള്ള്. ഇല്ല സച്ചു അല്ലേ? നല്ല മരമൊക്കെ വെച്ച് പിടിപ്പിച്ച് ശരിക്കും ഒരു എന്താ പറയുക, ഒരു എന്തായാലും പറയണ സച്ചു, അതിന് ഫോറസ്റ്റ് അല്ലല്ലോ, നമ്മുടെ മാൻമെയ്ഡ് ഇത് പച്ചപ്പ് വരുന്ന. അപ്പം അതിന് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പണ്ട് ഞാൻ കുഞ്ഞിലൊക്കെ വരുമ്പോഴത്തേനും അങ്ങനെ അത്രയ്ക്കും ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നല്ല വൃത്തിയും അങ്ങനെയൊക്കെ ഉണ്ട്. താഴെക്കൂടെ എലി ഓട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇതാണ് സ്കാർലറ്റ് കൊക്ക്. അല്ല സോറി, അത് സൺകൊനൂർ എന്നാണ് കേട്ടോ. അത് ഇവിടെ എല്ലാം എലിയുണ്ട്. എലി, എല്ലാവരും എലിയെ കാണുന്നത്. ബാക്കി അതാ ഞാൻ വിചാരിച്ചു. എൻ്റെ ഫുഡ് അതാണോ എന്നൊരു ഡൗട്ട് വന്നു. ശരിക്കും നോക്കിയ ദൈവത്തിൻ്റെ സൃഷ്ടികൾ എന്ത് ഭംഗിയല്ല. നോക്കി കളർഫുൾ സാധനമാണ്. പക്ഷെ ഇത് കാണുന്നില്ല, അത് മണ്ടയ്ക്ക് കയറിയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു പിങ്ക് കളറാണ് ശരിക്കും. അപ്പോൾ അതിങ്ങനെ ഇതൊക്കെ വരുമ്പോൾ അതിങ്ങനെ ഒന്ന് വിടർത്തും. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഭംഗി. ഇതിൻ്റെ ഉള്ളിൽ അണ്ണാനുണ്ട്. അപ്പോൾ അണ്ണാനെയൊക്കെ കാണുമ്പോൾ ശരിക്കും അതൊന്ന് ഷേക്ക് ചെയ്യും കേട്ടോ. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു, പക്ഷെ കിട്ടിയില്ല. കാണുന്നില്ല. ഗ്രീൻ വിങ്ഡ് മക്വാൻ കളേഴ്സ്. ഇതിനാണ് നമ്മുടെ സാരിയൊക്കെ ഉണ്ടാക്കുന്നത്. ഫാഷൻ ഡിസൈനേഴ്സൊക്കെ താഴെ ഇറങ്ങി വരുന്നു. Oh, look at the colors. അല്ല അത് വേറെ. പക്ഷെ ഇതൊന്നും അങ്ങനെയുള്ള സ്പീഷീസ് ഒന്നും അവിടെ ഇരിക്കത്തില്ല. ഫാഷൻ ഡിസൈനേഴ്സ് ഒക്കെ കണ്ടു ആ കളേഴ്സ് ഒക്കെ. ഇതിനൊക്കെയാണ് നിങ്ങൾ വലിയ കാര്യത്തിന് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ അത് കണ്ടിട്ട് വലിയ കാര്യം. കാരണം ദൈവം ഓൾറെഡി ഉണ്ടാക്കിയ സാധനത്തിനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നിങ്ങൾ വലിയ വാചടി. നിങ്ങൾ അല്ല, നമ്മൾ കൂടുതൽ നേച്ചർ ഭയങ്കര വൈബ്രന്റ് കളേഴ്സും കുറെ ബേർഡ്സും അങ്ങനെയൊക്കെയാണ്. സോ നമ്മൾ ഇവിടുന്ന് കണ്ടിറങ്ങി പക്ഷികളെയൊക്കെ നമ്മൾ തിരിച്ചു പോവുകയാണേ. എനിക്കിതിലൊരു സാധനം മാത്രമേ ഉള്ളൂ എനിക്ക് പേടിയുള്ളത്. പാമ്പ് വക ഇത്യാദി സാധനങ്ങൾ എനിക്ക് പേടിയാണ് ശരിക്കും. പാമ്പിന്റെ പേടി നമ്മളിപ്പോൾ മാറ്റി തരും. പാമ്പ് എനിക്ക് പറ്റൂല. ബട്ട് ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. എന്നാലും ഞാൻ കാണുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ആനപ്പുളിഞ്ചി ഏത് ടൈപ്പാണെന്നൊന്നും എനിക്കറിയില്ല. ആനപ്പുളിഞ്ചി കേട്ടോ. ആ മരമാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് ഞാൻ കാണണം. ഇതിനകത്ത് ഇങ്ങനെ നക്ഷത്രം പോലെ വരുന്ന സാധനമാണ്. ഓ ശരി. സിംഹവാലൻ കുരങ്ങാണ് കേട്ടോ. നമ്മളിവിടെ ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ് എല്ലായിടത്തും ഉണ്ട് ഇത്. പിന്നെ സസ്യബുക്കാണ് എന്ന് വെച്ചാൽ നമ്മളെ ഒന്നും തിന്നൂല. 18 തൊട്ട് 30 വർഷമൊക്കെയാണ് ഇവിടെ പറയുന്നത് ജീവിത കാലയളവ്. ഞാനിവിടെ ഒന്നേ ഇപ്പോൾ കാണുന്നുള്ളൂ. കുറേ സിംഹവാലൻ കുരങ്ങുകൾ നിൽക്കുന്നു. ടൂറ് അങ്ങനെയൊക്കെ വരില്ല. സ്കൂൾ കുട്ടികളെ കൊണ്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമായിട്ട്. കാരണം വൃത്തിയായിട്ടുണ്ട്, ഇപ്പം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഉള്ളിൽ ഒക്കെ നല്ല നീറ്റ്നെസ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കേജ് ഒരു തീർത്തേക്കാണ്. കാരണം ഒരു നല്ല ഇതുണ്ട് എന്ന് വെച്ചാൽ അതിന് ഒരു നാച്ചുറൽ
ആവാസ വ്യവസ്ഥയില്ലേ അവരുടെ ഹാബിറ്റാറ്റ് അതിന് വേണ്ടിയിട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഇതിൽ തുറന്നിട്ട് അതിന് ഒരു കൂട്ടിലടച്ച പോലൊരു ഇതുണ്ടാവില്ല. അപ്പോൾ അതിൽ വെള്ളവും ഇതുമൊക്കെ നട്ടുവഴുത്തി നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ കുറേ ഇതൊന്നും പണ്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ ഇപ്പം കാണുന്ന പ്രതിഭാസങ്ങളാണ്. നല്ല എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ പക്ഷി പരിപാലനാണ് ഇഷ്ടം. അതൊക്കെ കഴുകനാണ്, കഴുകൻ. അതിനെ വലിയൊരു കൂട്ട് തുറന്നു വിട്ടേക്കുന്ന പോലെ തന്നെ അതിന് ബന്ധനമില്ലാതെ ജീവിക്കാം അങ്ങനെ ചെയ്തേക്കുന്നത്. ഈ ഒരു ഏരിയ ഫുൾ അവരങ്ങനെ ഇത് ചെയ്തേക്കാണ്. ഒരു വലിയ ഫെൻസിങ് തീർത്തിട്ട് അങ്ങനെ കൂടുണ്ടാക്കിയേക്കാണ് കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മീൻ മുതൽ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കെന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷെ ഇത് ഒറിജിനലാണ്. അമ്മേ, ഇതിന്റെ മേളിൽ ഫുള്ള് ബാറ്റിന് എന്തുകൂടാ മലയാളം വവ്വാലാണ് കേട്ടോ. ബാറ്റ്മാൻ ഫുള്ള് സൗണ്ട് കേൾക്കുന്നതാണ്. അത്രയ്ക്ക് അവർ ചെയ്തിട്ടുണ്ട്. ഒരു കാട് പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. മുളയൊക്കെ വളർത്തി ഫുൾ. അതുകൊണ്ട് നമുക്ക് വെയിലിൻ്റെ ഒരു ഇഷ്യൂ തോന്നുന്നില്ല. നമുക്ക് നടക്കുന്നതിൻ്റെ അതിന് ടയർഡ്നെസ് ഉണ്ട്, പക്ഷെ അങ്ങനെ വെയിലടിക്കുന്നില്ല. കൈയാട്ടി പോകുന്ന റെസ്റ്റിംഗ് പ്ലേസ് ആൻഡ് ടോയ്ലറ്റ് ഉണ്ട്. ഞാൻ അകത്ത് കയറി നോക്കിയിട്ടില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ പോകണമെങ്കിൽ പോകാം. അത് ഫുൾ എടുക്കും പൊന്നുവിനെ. അതിൻ്റെ ഹാബിറ്റ് ഫുള്ളൊരു കേജ് ആക്കിയിട്ടേക്കാണ്. ഇതിൽ കൂടെ കാണാൻ പറ്റൂല, കാരണം ഈ ബാർസ് ഇവരൊക്കെ എടുക്കും. മരം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലാണ് എല്ലാം കൂടെ വന്നിരിക്കുന്നത്. എനിക്ക് എത്ര ക്ലാരിറ്റി എൻ്റെ മൊബൈലിൽ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അത് നല്ല രസമുണ്ട്. അതിനകത്ത് എല്ലാവരും കൂടെ വന്നിരുന്ന് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവർക്കും ഒന്നിരുന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ പൊസിഷൻ ബാക്കിലേക്കാണ് വെച്ചേക്കണേ. കണ്ടോ, കാല് ബാക്കിലേക്ക് വെച്ചിട്ട്. എത്ര ആൾക്കാരാണ് ഇത് ഒരുമിച്ച് ജീവിക്കുന്നത് ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ. ചേരക്കോഴിയുണ്ട്, വെൺകൊതുമ്പനമുണ്ട്, കുടക്കൊക്കുണ്ട്, പാതിരാക്കൊക്കുണ്ട്, ചായമുണ്ടിയുണ്ട്, വെള്ള അരിവാൾ കൊക്ക്. ചൂട് തുടങ്ങി. ഹലോ, ഹൗ ആർ യു? ഇത് കൊത്തിപ്പറിക്കൂടി. വെള്ളം കുടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ കുടിച്ചില്ല, പക്ഷെ വെള്ളം കുടിക്കാൻ വെച്ചിട്ടുണ്ട്. ദേ നീർനായ. ഞങ്ങൾ അവിടെ കണ്ടപ്പോ അങ്ങോട്ട് പോയി. ആ കര കയറുന്നതുകൊണ്ടുണ്ട്. നീർനായാണ്. ഇത് മാംസബുക്ക് കേട്ടോ. ഓ, look at them, how they are playing. അല്ലല്ല, മാംസബുക്ക് തന്നെ. I couldn't see. അതിന്റെ ഇടയ്ക്ക് കയറിയിരുന്നേ. എനിക്ക് ഒത്തിരി സൂം ചെയ്ത എന്റെ ബ്ലേഡ് ആവും. ഭയങ്കര ഫാസ്റ്റാടാ. ഇപ്പൊ കേറൂട്ടോ. ഓ, ഊളിട്ട്. മറ്റേ മോഹൻലാലിന്റെ സിനിമ ഏതാണ്? കയറിപ്പോയി. ഇതാണ് കൃഷ്ണനാൽ. ഫസ്റ്റാണ് കാണുന്നത് കേട്ടോ. സഹിച്ചാൻ അവിടെ ഇരുന്ന് തുടങ്ങി. നമ്മൾ ഇത്രയും കഴിയുമ്പോൾ കുറച്ച് ക്ഷീണിക്കുവേ. ഒരു കോഫി ബാർ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് വേണമെന്ന് തോന്നിയില്ല ചേച്ചാ. അവിടെ റെയിൻബോ പോലെ വരുന്ന. ഞാനാണ് അതിൻ്റെ ബോർഡ് വായിക്കാൻ പോയ സമയം കൊണ്ട് കരടിയുടെ പരിപാടി കഴിഞ്ഞ് അകത്ത് കയറിപ്പോയി. എനിക്കതിനെ എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ നിങ്ങളെ കരടിയെ കാണിക്കണമെങ്കിൽ ഈ പടം മാത്രമേ കാണിക്കാൻ പറ്റൂ. ഞാൻ ഇത് എടുത്തോണ്ട് നിന്നപ്പോൾ കരടിയുടെ പരിപാടി കഴിഞ്ഞ് അകത്ത് കയറിപ്പോയി.
ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ലേക്ക് പോലെ ഉണ്ട് കേട്ടോ സ്ഥലത്ത് സൈഡിൽ. പിന്നെ എല്ലായിടത്തും ഇരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് സ്ഥലങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇവിടെ ഫുള്ള് മുള വെച്ച് പിടിപ്പിച്ചേക്കാണ്. സിംഹത്തിൻ്റെ അലറൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇവിടെ അവിടെ ഇവിടെയും കുടിവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമാണ്. എവിടെ ഹിപ്പോപ്പൊട്ടാമസ്? അതോ കിടക്കുന്ന വെള്ളത്തിൽ ആണോ? സച്ചി നിന്നെ പോലെ എന്ത് ബ്ലഡ് എന്ത് അത് പറയൂ. ആണോ? മാൻ 90 ഡിഗ്രീസ്. പ്രത്യേകതകൾ പറയൂ. They secrete a reddish oily substance that acts as a natural sunscreen and moisturizer. ഇതൊരു മാമലാണ്, മാമൽ. അത് മാത്രമേ എനിക്കറിയാം. ആണോ? ഹിപ്പോപ്പൊട്ടാമസിനെ പ്രേമത്തോട് നോക്കുന്ന ഞങ്ങളുടെ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നേ. അത് കണ്ട അതൊരു പാറ കിടക്കുന്ന പോലെ തോന്നുന്നു. ഓരോ ആനിമൽസിനും ഓരോ ഇതാണ്, എന്താണ് ഓരോ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോ മനുഷ്യന്മാർക്ക് അത് തന്നെ കറക്റ്റ്. എന്താ സച്ചു? സച്ചുക്കുട്ട എന്ത്? ബംബിളി കുംബിളി. ഇതിന്റെ മീറ്റൊക്കെ തിന്നുന്നവരുണ്ടാവൂടാ? മീറ്റൊക്കെ കഴിക്കുന്നവരുണ്ടാവോ? ഇന്നത്തെ കുളി കഴിഞ്ഞു. എൻ്റെ സൂം പോന്ന ഇവര് ഈവൻ ബാത്ത് കഴിഞ്ഞിട്ട് ഇവര് കുടുംബമായിട്ട് ചായ കുടിക്കാൻ പോവാ. 3 പേരേ ഉള്ളല്ലോ അല്ലേ? ഓക്കെ. അത് ഞാനാ നോക്കുന്നുണ്ട് തോന്നില്ല നമ്മളെ. നോക്കടാ നമ്മളും പിന്നെ അങ്ങനെ തന്നെയല്ലേ. എൻ്റെ അമ്മോ, ഇതെന്ത് കഴിക്കണേ? ഫസ്റ്റ് ടൈം ശരിക്കും ഞാൻ വെള്ളത്തിൽ കിടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇതാദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഫുൾ ഇതിൽ കാണുന്നത്. ഓ ബാ, ചിലപ്പോൾ ഈവനിങ് എല്ലാവരും കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ താഴോട്ട് പോകുന്നു. ശരിക്കും മിസ്റ്റർ ബുക്കാണോ? ഇങ്ങനെ പോയി അവിടെ കയറും. ഡെയിലി റുട്ടീൻ ആണെന്ന് തോന്നുന്നു. പോന്നു വയ്ക്കുക രണ്ടുപേരുടെ. ലൈക്ക് ഫാമിലി, അപ്പ അമ്മ കുട്ടികൾ. രസമുണ്ടല്ലേ കാണാൻ? ദേ കലമാനാണ് കേട്ടോ. മാനിരിക്കുന്നു ഫുള്ള് കേട്ടോ. മാന് ഇഷ്ടം പോലെ അല്ലേ ഇപ്പം? ഇഷ്ടം പോലെ. ഓക്കെ, സൂ ശരിക്കും ആക്റ്റീവാണ് അല്ലേ ഇപ്പം? എൻ്റെ അപ്പം നല്ല സുന്ദരം. ഇതിൻ്റെ കൊമ്പാണ് അതിൻ്റെ ഭംഗി അല്ലേ? ഇതിന് കൃഷ്ണമൃഗം എന്നുണ്ടെന്നാണ് സഹിച്ചാൻ പറഞ്ഞത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ആ അറിവ്. ഇവിടെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ വെള്ളം സ്പ്രിങ്കിൾ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും കേട്ടോ. എന്നുവെച്ചാൽ തണുപ്പ് വേണ്ട മൃഗങ്ങളുണ്ടല്ലോ. ഇവിടെ കരടിയുടെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ചേച്ചാ? അവിടെ എല്ലാം ഇങ്ങനെ ഒരു വെറ്റ്നസ് അവർക്ക് ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. താമസിക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ എപ്പോഴും ഒരു
നനവിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഇത് പുള്ളിമാൻ കേട്ടോ, ഉറങ്ങാൻ നല്ല വിശ്രമിക്കുകയാണെന്നൊന്നുമില്ല. ഇതെല്ലാം കൂടെ നിൽക്കുന്ന കണ്ടപ്പോഴേ ഭയങ്കര രസമുണ്ട് അല്ലേ. ക്രിസ്മസ് പാട്ടിനൊക്കെ വന്നിരിക്കുന്ന ലൈഫ് ഒരേ അതിങ്ങനെ അതെന്താ അത് ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് ഒന്നൊന്ന് കഴിക്കാൻ തോന്നുന്നു. ഇറ്റ്സ് എ ലാർജസ്റ്റ് ലിവിങ് ബേർഡാണ് എമു. എന്നെയൊക്കെ നോട്ടിട്ട് വെച്ചേക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് കേട്ടോ. ഇനി സിംഹം തിരിഞ്ഞിങ്ങനെ കിടക്കാണ്. അടിപൊളി. ലുക്ക് ലൈക്ക് സോ ബ്യൂട്ടിഫുൾ. ശരിക്കും ആ സൺലൈറ്റും അതിൻ്റെ കളറും അല്ലേ. പക്ഷെ ഈ കൂടിൻ്റെ ഇതൊന്ന് തുറന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ലവ്ലി. നമ്മൾ സൂ കാണാൻ കയറിയത് ഒരു 4:45 സമയത്താണ് കേട്ടോ. ഇപ്പോൾ ഒരു 6:10 എന്നിട്ട് ഞങ്ങൾ ഫുൾ കണ്ടു കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ സൂവിൽ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സമയം എടുത്ത് കണ്ടൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ വരണം. സൂവിൻ്റെ ഉള്ളിൽ ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ കൂടെ ഉണ്ട് കേട്ടോ. ശരിക്കും ഒരു കാട് പോലെ തന്നെ ഇതിൻ്റെ പല പൂക്കളും ഒക്കെ ചെയ്ത് അങ്ങനെ തന്നെ നിർമ്മിച്ചേക്കണം. അതിൽ ബട്ടർഫ്ലൈസ് അടിപൊളി. എനിക്കിത് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ബട്ട് അപ്പ വിൽ ടേക്ക് ദ പിക്ചേഴ്സ് ആൻഡ് കം ബാക്ക്. രാജാ രവിവർമ്മയുടെ ആർട്ട് ഗാലറിയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രം സൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വൺ ഓഫ് ദ ഓൾഡസ്റ്റ് വൺ ആണ്. പിന്നെന്താ, അഡൽട്സിന് 30 റുപ്പീസാണ്, ചിൽഡ്രന് 10 റുപ്പീസാണ് ടിക്കറ്റ് ഫീസ് വരുന്നത്. പിന്നെ നമ്മുടെ ബാറ്ററി കാർ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഓവർ 60ക്ക് കുറച്ചുകൂടെ പ്രൈസ് കുറവാണ്, അല്ലാത്തത് 50 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കഫത്തേരിയ ഉണ്ട്. ഇപ്പം ഞങ്ങൾ ചായ കുടിച്ചിട്ടിരിക്കും. ഞങ്ങളിവിടെ കോഫി ഷോപ്പിൽ എത്തിയിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ, ഉള്ളിലല്ല പുറത്തുള്ളത്. അപ്പോൾ ഹൗ വാസ് യുവർ ഡേ ഡാൻ? ഗുഡ്. എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് വന്നത് വേർത്താണോ? ഗുഡ്. ആ, ഒരു സെന്റൻസിൽ പറയണം. അല്ല, സൂന്ന് ആദ്യം കേട്ടപ്പോ എന്താ തോന്നിയ? നമ്മളിവിടെ വന്നിട്ട് വേറെ എവിടെ പോവാത്തോണ്ട് സൂ അങ്ങനെ വിചാരിച്ചു വന്നേ. അത് പിന്നെ ആവുമല്ലോ, എൻജോയ് ചെയ്ത് നമ്മൾ അറിഞ്ഞില്ല. ദ്യാകുട്ടൻ ഷോ ലേറ്റ്. ശരിയാ. ഞങ്ങളുടെ മുന്നിൽ ഒരു ബ്രാൻഡ് ഒരിക്കലും പറയും മെയിൻ സ്ഥലമാണ്. ആ മറ്റേ കൊത്തിൻ്റെത് എൻ്റെ അമ്മേ പേബാച്ചിയുടെ അനുഭവ സെഷൻ പറയൂ. നല്ലായിരുന്നു അല്ലേ? ഗുഡ് ഡേ. ആക്ച്വലി ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമാണ്. ഹലോ, ആക്ച്വലി സച്ചുവിൻ്റെയും ഫേബാച്ചിയുടെയാണ് തോന്നുന്നു ഇന്നത്തെ എന്താ പറയുക തീരുമാനം. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല, കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ സെക്കൻഡ് പാർട്ടുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.